നമസ്കാരം. ഇന്ന് 2025 മാർച്ച് 3 തിങ്കളാഴ്ച. ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്തിന്റെ നാലാമത്തെ സ്ക്വാഡ്രനിൽ ചേർക്കാനായി 28 യുദ്ധവിമാനങ്ങൾക്കായി $3 ബില്യൺ ചെലവഴിക്കുമെന്ന ഫെഡറൽ കോയിലീഷന്റെ വാഗ്ദാനം. എന്നാൽ പണം എവിടെ നിന്നാണ് വരുന്നതെന്ന് സംഘം വെളിപ്പെടുത്തിയിട്ടില്ല. വരാനിരിക്കുന്ന വോട്ടെടുപ്പിൽ കോയിലീഷൻ വിജയിച്ചാൽ രാജ്യത്തെ F-35 വിമാനങ്ങൾ 100-ൽ എത്തിക്കും. $3 ബില്യൺ അധിക പണമോ അതോ പ്രതിരോധ ബജറ്റിൽ മറ്റെവിടെയെങ്കിലും നിന്ന് വിനിയോഗിക്കുമോ എന്ന് വെളിപ്പെടുത്താത്തതിൽ വിമർശനം ഉയരുന്നുണ്ട്. നോർത്ത് ക്വീൻസ്ലാൻഡിൽ ഭൂചലനം. ടൗൺസ്വില്ലിൽ രാത്രി 9:30ഓടെയാണ് ഭൂകമ്പം അനുഭവപ്പെട്ടത്. റിക്ടർ സ്കെയിലിൽ 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ ആളപായം ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ടൗൺസ്വില്ലിൽ നിന്ന് 17 കിലോമീറ്റർ അകലെയും 10 കിലോമീറ്റർ ആഴത്തിലുമാണ് ഭൂചലനം രേഖപ്പെടുത്തിയതെന്ന് ജിയോ സയൻസ് ഓസ്ട്രേലിയ അറിയിച്ചു. ഓസ്ട്രേലിയൻ കുട്ടികൾ അവരുടെ സൈറ്റുകളിൽ മുതിർന്നവരുടെ ഉള്ളടക്കം ആക്സസ് ചെയ്യുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് $50 ബില്യൺ പിഴ ചുമത്തും. ഈ സേഫ്റ്റി കമ്മീഷണർക്ക് സമർപ്പിച്ച നിർദ്ദിഷ്ട പുതിയ കോഡുകൾ പ്രകാരം ടെക് കമ്പനികൾക്ക് പുതിയ നടപടികൾ നടപ്പാക്കാൻ 6 മാസത്തെ സമയം ലഭിക്കും. കുട്ടികളെ ഓൺലൈനിൽ മുതിർന്നവരുടെ ഉള്ളടക്കം ആക്സസ് ചെയ്യുന്നതിൽ നിന്ന് തടയുന്നതിനുള്ള പുതിയ നടപടികൾ ഈ കാലയളവിൽ നടപ്പിലാക്കും. ഓസ്ട്രേലിയ നിയന്ത്രിക്കുന്ന സോഷ്യൽ മീഡിയ സേവനങ്ങൾ സ്വയം ഉപദ്രവിക്കുന്നതോ കുട്ടികളിൽ ഉയർന്ന സ്വാധീനം ചെലുത്തുന്നതോ ആണെന്ന് കമ്മീഷൻ നിർദ്ദേശമുണ്ട്. റിസർവ് ബാങ്ക് പലിശ നിരക്ക് കുറച്ചതിനെ തുടർന്ന് ഫെബ്രുവരിയിൽ രാജ്യത്തെ വീടുകളുടെ വിലയിൽ വർധനവുണ്ടായതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. കോർലോജിക് ഡാറ്റ പ്രകാരം ദേശീയ ഹൌസിംഗ് വിലകൾ ജനുവരി മാസത്തിൽ 0.3% ഉയർന്നു. 3 മാസത്തെ ഇടിവിന് ശേഷം ഇത് വളർച്ചയിലേക്കുള്ള തിരിച്ചുവരവായി. മെൽബൺ, സിഡ്നി, ഹോബാർട്ട് നഗരങ്ങളിൽ 0.4% വീതം വർധനവാണ് രേഖപ്പെടുത്തിയത്. വിപണിയിലെ നിലവിലെ സാഹചര്യങ്ങൾ വീടുകൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും വാടകക്കാർക്കും സാമ്പത്തിക സമ്മർദ്ദം സൃഷ്ടിക്കുന്നതായി വ്യക്തമാക്കുന്നു. മെൽബണിലെ വെസ്റ്റ് ഗേറ്റ് ടണൽ പദ്ധതിയിലെ വെന്റിലേഷൻ സ്റ്റാക്കുകളിൽ മലിനീകരണ ഫിൽറ്ററുകൾ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നിവാസികൾ യാറവെല്ലി ഗാർഡൻസിൽ പ്രതിഷേധ റാലി നടത്തി. മാരിബിംഗ്നോങ് ട്രക്ക് ആക്ഷൻ ഗ്രൂപ്പ് സംഘടിപ്പിച്ച റാലിയിൽ മാരിബിംഗ്നോങ്, ഹോപ്ഡൻസ് ബേ കൌൺസിലുകളുടെ മേയർമാരും പങ്കെടുത്തു. ടൌണിൽ നിന്ന് ഫിൽറ്റർ ചെയ്യാത്ത എമിഷനുകൾ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ള സമൂഹത്തിന്റെ ആശങ്കകൾ പ്രതിഷേധത്തിൽ അവർ ചൂണ്ടിക്കാട്ടി. $10.2 ബില്യൺ ചെലവിൽ നിർമ്മിക്കുന്ന വെസ്റ്റ് ഗേറ്റ് ടണൽ പദ്ധതിയുടെ രൂപകൽപ്പനയിൽ 50 മീറ്റർ ഉയരമുള്ള 2 വെന്റിലേഷൻ സ്റ്റാക്കുകൾ ഫിൽട്രേഷൻ സിസ്റ്റങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. ഫിൽട്രേഷൻ ഇല്ലാതെ ഈ സ്റ്റാക്കുകൾ സമീപത്തെ പ്രദേശങ്ങളിൽ ഹാനികരമായ മലിനീകരണങ്ങൾ പുറപ്പെടുവിക്കുമെന്നുള്ള ആശങ്കയാണ് നിവാസികൾ പ്രകടിപ്പിക്കുന്നത്. സ്പിരിറ്റ് ഓഫ് ടാസ്മാനിയ കപ്പലിന്റെ ലീസ് ചർച്ചകൾ അവസാനിപ്പിച്ച് സ്കോട്ട്ലാൻഡിൽ നിന്ന് കപ്പൽ ടാസ്മാനിയയിലേക്ക് കൊണ്ടുവരാൻ സർക്കാർ തീരുമാനം. കപ്പൽ നിലവിൽ സ്കോട്ട്ലാൻഡിലെ എഡ്വിൻബർഗിലെ തുറമുഖത്താണ് ബർത്ത് ചെയ്തിരിക്കുന്നത്. ടാസ്മാനിയയിലെ ഡെവോൺ പോർട്ടിൽ കപ്പലിനായി അനുയോജ്യമായ ഒരു ബർത്ത് നിർമ്മിച്ചിട്ടുണ്ട്. ഫിന്നിംഗ് നിർമ്മിതമായ പുതിയ സ്പിരിറ്റ് കപ്പലുകൾക്കായി ഡെവോൺ പോർട്ടിലെ ബർത്ത് നവീകരണം 2027ഓടെ പൂർത്തിയാകും. ഉഷ്ണമേഖല ചുഴലിക്കാറ്റായ ആൽഫ്രഡ് തീരത്തേക്ക് നീങ്ങുമ്പോൾ ദശലക്ഷക്കണക്കിന് ക്വീൻസ്ലാൻഡുകാർക്ക് മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥാ വകുപ്പ്. വെല്ലുവിളി ഉയർത്തുന്ന തരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനമാണ് തീരത്തേക്ക് എത്തുന്നതെന്ന് പ്രീമിയർ ഡേവിഡ് ക്രിസർഫുള്ളി ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ക്വീൻസ്ലാൻഡിലെ പ്രധാന ജനസംഖ്യാ കേന്ദ്രങ്ങളിലേക്ക് ചുഴലിക്കാറ്റ് എത്താനാണ് സാധ്യത. ഗുണ്ടാബർഗ് മുതൽ ഗോൾഡ് കോസ്റ്റ് വരെയുള്ള 4 ദശലക്ഷത്തിലധികം ആളുകൾ ഉൾപ്പെടുന്ന പ്രദേശത്തായി തീരദേശ മണ്ണൊലിപ്പ്, മിന്നൽ, വെള്ളപ്പൊക്കം, ശക്തമായ കാറ്റ് എന്നിവയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഉത്തരാഖണ്ഡിലെ മഞ്ഞിടിച്ചിലിനെ തുടർന്നുണ്ടായ അപകടത്തിൽ മരണമെട്ടായി. അവസാന തൊഴിലാളിയുടെയും മൃതദേഹം കണ്ടെത്തി. 57 തൊഴിലാളികളായിരുന്നു അപകടത്തിൽപ്പെട്ടത്. അപകടം നടന്ന ദിവസം തന്നെ 33 പേരെയും പിന്നീട് 17 പേരെയും രക്ഷപ്പെടുത്തിയിരുന്നു.
രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിൽ വിദർഭ ജേതാക്കൾ. 6 വർഷത്തിനു ശേഷമാണ് വിദർഭ രഞ്ജി ട്രോഫിയിൽ മുത്തപ്പെടുന്നത്. ഫൈനലിൽ കേരളത്തിനെതിരെ സമനില നേടിയതോടെയാണ് ഒന്നാം ഇന്നിംഗ്സ് ലീഡിന്റെ അടിസ്ഥാനത്തിൽ വിദർഭ വീണ്ടും രഞ്ജി ട്രോഫി കിരീടം നേടുന്നത്. രഞ്ജിയിൽ വിദർഭയുടെ 3ാം കിരീടമാണിത്. ചാമ്പ്യൻസ് ട്രോഫിയിൽ അവസാന ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ ന്യൂസിലാൻഡിനെ 44 റൺസിനെ തോൽപ്പിച്ച് ഇന്ത്യ. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ നിശ്ചിത 50 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 249 റൺസാണ് എടുത്തത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ന്യൂസിലാൻഡിനെ സ്പിന്നർമാരുടെ മികവിൽ 45.3 ഓവറിൽ 205 റൺസിനെ ഇന്ത്യ പുറത്താക്കി. ഇതോടെ സെമിയിൽ ഗ്രൂപ്പ് ബിയിലെ 2ാം സ്ഥാനക്കാരായ ഓസ്ട്രേലിയയാകും ഇന്ത്യയുടെ എതിരാളികൾ. ചൊവ്വാഴ്ച ദുബായിലാണ് ഇന്ത്യ ഓസ്ട്രേലിയ ആദ്യ സെമി. 42 റൺസ് വഴങ്ങി 5 വിക്കറ്റ് വീഴ്ത്തിയ ഇന്ത്യയുടെ വരുൺ ചക്രവർത്തിയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. സംസ്ഥാന സർക്കാരിനെ പ്രശംസിച്ചതിൽ മലക്കം മറിഞ്ഞ് ശശി തരൂർ MP. സംരംഭങ്ങളെ സംബന്ധിച്ച സർക്കാരിന്റെ കണക്കുകൾ യാഥാർത്ഥ്യമല്ലെന്നും സർക്കാരിന്റേത് അവകാശവാദം മാത്രമാണെന്നുമാണ് തരൂരിന്റെ പോസ്റ്റ്. കേരളത്തിൽ കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ വേണമെന്നും അദ്ദേഹം കുറിച്ചു. ടൈംസ് ഓഫ് ഇന്ത്യയുടെ പത്ര കട്ടിങ്ങിനൊപ്പമാണ് ശശി തരൂർ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകം സംബന്ധിച്ച് നിർണായക വിവരം പുറത്ത്. പ്രധാന പ്രതിയുടെ പിതാവിന് കൊട്ടേഷൻ രാഷ്ട്രീയ ബന്ധങ്ങളുണ്ടെന്ന വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത്. പ്രധാന പ്രതിയുടെ പിതാവ് TP വധക്കേസ് പ്രതി TK രജീഷിനൊപ്പം നിൽക്കുന്ന ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. വിദ്യാർത്ഥികളെ മർദ്ദിച്ച രക്ഷിതാക്കൾക്കെതിരെ കേസ്. കോഴിക്കോട് ബാലുശ്ശേരി പൂവമ്പായി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്നാണ് സംഭവം. രക്ഷിതാക്കൾക്കെതിരെ ബാലുശ്ശേരി പോലീസാണ് കേസെടുത്തത്.